RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 27 റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എന്താണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടക്കാൻ പോകുന്നത്, ആരായിരിക്കും ഈ സീസണിൽ ചാമ്പ്യന്മാരാകാൻ പോകുന്നത്, അതേപോലെ ആരൊക്കെ ആയിരിക്കും ചാമ്പ്യൻസ് ലീഗിൽ യോഗ്യത നേടാൻ പോകുന്ന 1, 2, 3, 4 സ്ഥാനങ്ങളിൽ ആരൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ തന്നെ വെല്ലുവിളികളും അതേപോലെ തന്നെ ഇപ്രാവശ്യം ആഴ്സണൽ കപ്പെടുക്കുന്ന ആഴ്സണൽ ഫാൻസും അതേപോലെ തന്നെ സിറ്റി പുറകിലുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചോളി, സിറ്റി ഇപ്രാവശ്യം അവസാനം ഫോട്ടോ ഫിനിഷിൽ അവസാനം ടൈറ്റിൽ അടിക്കുന്നുള്ള വീരവാദങ്ങളായിട്ട് സിറ്റി ഫാൻസ് ആഴ്സണൽ ഫാൻസ് ഒക്കെ ഭയങ്കര. സിറ്റി ആയിരിക്കും കപ്പടിക്കുക. അവസാന ലാപ്പ് റൗണ്ട് മത്സരങ്ങളിൽ സിറ്റി തിരിച്ചു വന്നിട്ട് ആഴ്സണലിനെ പരാജയപ്പെടുത്തിയിട്ട് അവര് കപ്പടിക്കുന്നതാണ് സിറ്റി ആരാധകർ പറഞ്ഞത്. അതേപോലെ ആഴ്സണൽ ഈ സീസണിൽ എന്തായാലും കപ്പടിക്കും, സാല കപ്പ് നമ്പത് എന്ന് പറഞ്ഞിട്ടാണ് ആഴ്സണൽ ഫാൻസ്. എനിക്കുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഗ്രൂപ്പുകളിലും അതേപോലെ തന്നെ എന്റെ കമന്റ് ബോക്സിലൊക്കെ ആഴ്സണൽ ഫാൻസും മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും ഫോട്ടോ ഫിനിഷിലേക്കാണ് പോക്ക്. ഇപ്പോൾ ആഴ്സണൽ മാത്രം 28 റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ ടീമുകളും 26, 27 റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മത്സരം കൂടി കഴിഞ്ഞപ്പോൾ ലീഗ് വീണ്ടും എന്താ പറയാ ഒരു ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇത്രയും ആരാധകരുള്ളൂ, അതേപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ലീഗായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ടാണ്. ഇതുവരെ 1ാം സ്ഥാനത്ത് ഇങ്ങനെ ആഴ്സണൽ തലപ്പത്ത് നിൽക്കുക, 2ാം സ്ഥാനത്തിന് വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റിയും ആസ്റ്റൺ വില്ലയും മത്സരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 3ഉം 4ഉം സ്ഥാനത്ത് 4ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ടീമുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മത്സരം കൂടി അവസാനിച്ചപ്പോൾ ടേബിളിന്റെ ഇതൊക്കെ അങ്ങോട്ട് മാറി. ആഴ്സണൽ ഇപ്പോൾ 28 റൗണ്ടുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് 5 പോയിന്റ് ലീഡിന്റെ സിറ്റിയെ കാണും. പക്ഷേ മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ടെന്നുള്ളതാണ്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് 11 മത്സരങ്ങളും ആഴ്സണലിന് 10 മത്സരങ്ങളും ബാക്കിയുണ്ട്. ഇപ്പോഴത്തെ ഈ 5 പോയിന്റിന്റെ ലീഡ് നോക്കണ്ട കേട്ടോ. ചിലപ്പോൾ ആഴ്സണൽ ഇതിനേക്കാൾ പോയിന്റ് ലീഡിൽ ചിലപ്പോൾ ലീഗ് ടൈറ്റിൽ അടിക്കും. ചിലപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ആഴ്സണലിനെ മറികടന്ന് ട്രോഫി അടിക്കാനും ചാൻസ് ഉണ്ട്. ആസ്റ്റൺ വില്ലയ്ക്ക് എന്തായാലും ചാൻസ് കുറവാണ്. എന്താന്ന് പറഞ്ഞാൽ 10 പോയിന്റോളം ഗ്യാപ്പായിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവസാന കുറെ മത്സരങ്ങളിൽ അവർക്ക് പോയിന്റ് ട്രോഫി ചെയ്ത് വന്നിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ സമനിലയായിട്ടും തോൽവിയായിട്ടൊക്കെ അവസാന കുറെ മത്സരങ്ങളിൽ അവർക്ക് പോയിന്റ് ട്രോഫി ഉണ്ട്. അങ്ങനെ 10 പോയിന്റിന്റെ ഒക്കെ വ്യത്യാസമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ആസ്റ്റൺ വില്ല എന്തായാലും ഇനി ഒരു പോരാട്ടത്തിലേക്ക് ഉണ്ടാവും തോന്നുന്നില്ല. എനിക്ക് ഇനിയിപ്പോ കടുക്കുന്നത് 3ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. എന്താ പറഞ്ഞാല് തൊട്ട് പുറകിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ട്, ചെൽസി ഉണ്ട്, ലിവർപൂൾ ഉണ്ട്. എല്ലാവരും പുറകിൽ തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവരുടെ ടേബിളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ 2025-26 സീസണിലെ ടേബിൾ 27 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ടേബിളിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴും ആർട്ടറ്റയുടെ ആഴ്സണലാണ് തലപ്പത്തുള്ളത്. 28 മത്സരങ്ങൾ ആഴ്സണൽ മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. 18 വിജയവും 7 സമനിലയും 3 തോൽവിയടക്കം 61 പോയിന്റുമായി ടേബിൾ ടോപ്പിലുള്ളത്. 56 ഗോളുകൾ അടിച്ചുകൂട്ടിയപ്പോൾ 21 ഗോളുകളാണ് വഴങ്ങിയത്. ഇന്നലെ 4-1 വിജയമാണ് ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയി നടത്തിയത്. അടുത്ത നോക്കുകയാണെങ്കിൽ സിറ്റിയാണ് 27 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 17 വിജയവും 5 സമനിലയും 5 തോൽവിയടക്കം 56 പോയിന്റുമായിട്ട്. ആകെ 5 പോയിന്റ് വ്യത്യാസമാണ് സിറ്റി 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതും ഒരു കളി കുറവ് കളിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. 3ാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ലയാണ് 27 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 15 വിജയവും 6 സമനിലയും 6 തോൽവിയടക്കം 51 പോയിന്റുമായിട്ട്. 38 ഗോളുകൾ അടിച്ചപ്പോൾ 28 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. ഈ ചങ്ങായിമാർ ഈ സീസണിൽ കപ്പടിക്കുന്നവരെ, ഇംഗ്ലീഷ് പ്രീമിയറിലേക്ക് അടിക്കുന്നവരെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിൽ നല്ലൊരു ലീഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ 51 പോയിന്റ് ടോപ്പിലുള്ളവരായിട്ട് 10 പോയിന്റ് വ്യത്യാസമാണ് ആഴ്സണലായിട്ട്. അപ്പൊ എന്തായാലും ഇനി മുന്നോട്ട് പോക്ക് ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പൊസിഷൻ കിട്ടായിരിക്കും. അതിന്റെ മുകളിലേക്കൊന്നും ആസ്റ്റൺ വില്ലയെ കൊണ്ട് ഇനിയുള്ള 10-11 മത്സരങ്ങളിൽ കൂട്ടിയാൽ കൂടില്ല. 4ാം സ്ഥാനത്തുള്ള സാക്ഷാൽ നമ്മുടെ ചുവന്ന ചെകുത്താന്മാരാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. 27 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 13 വിജയവും 9 സമനിലയും 5 തോൽവിയടക്കം 48 പോയിന്റുമായിട്ട് ആസ്റ്റൺ വില്ലയ്ക്ക് തൊട്ട് പുറകിലുണ്ട്. ഏത് സമയം വേണമെങ്കിലും 3ാം സ്ഥാനത്തിലേക്ക് എത്താം. അവർ എവിടെ കിടക്കേണ്ട ടീമാണെന്നറിയോ? മൈക്കൽ കാരിക് എന്ന് പറയുന്ന ആ ചെകുത്താന്മാർക്ക് ഒരു ചെകുത്താനായിട്ട് വന്നാണ് ഈ ചങ്ങായി. അവസാനം 6 മത്സരങ്ങളിൽ 5ഉം വിജയിച്ചിട്ടോ. അത് ഈ മത്സരമാണ് അതിന് മുമ്പ് വിജയിച്ചിട്ടുണ്ടായിരുന്നു. ആ ചങ്ങായിയുടെ മുട്ടിയെങ്കിലും പെട്ടായിരുന്നു, അതിനും പറ്റില്ല. എന്നിട്ട് ഇന്നും ജയിച്ചു. അങ്ങനെ ഒരു സമനിലയും 5 വിജയമാണ് അവസാനത്തെ 6 മത്സരങ്ങളിൽ. എന്തിനാണ് ഈ ചങ്ങായിനെ പുതിയ കോച്ചിന് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയയിൽ ആയിക്കോട്ടെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഓരോ പേജുകളിൽ അതേപോലെ തന്നെ ഓരോ യൂട്യൂബ് ചാനലുകളിലൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. പുതിയ കോച്ചർ എന്തിനാണ് ഈ ചങ്ങായിനെ മാറ്റുന്നത്? എന്താ ഈ ചങ്ങായിക്ക് എന്താ കുറവ്? അല്ല, ആലോചിക്കുകയാണ്. ഒരു ഇത്രയും നല്ലൊരു സ്റ്റാർട്ടപ്പ് ആഴ്സണലിനെ മാഞ്ചസ്റ്റർ സിറ്റിനെ ഒക്കെ പരാജയപ്പെടുത്തിയിട്ട് 5 കണ്ടിന്യൂസ് വിജയമല്ല കേട്ടോ, തോൽവി അറിയാതെ 5 മത്സരങ്ങൾ 4 വിജയവും 1 സമനിലയും. പിന്നെ വീണ്ടും അടുത്ത മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ്. എവർട്ടന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് 1-0 കിടിലൻ മത്സരമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ സെസ്കോന്റെ ഒരു കിടിലൻ ഗോളിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വീണ്ടും ലീഗിൽ 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചെൽസിയും ലിവർപൂളൊക്കെ തൊട്ട് പുറകിലുണ്ട്. ചെൽസിയാണ് 5ാം സ്ഥാനത്തുള്ളത്. അവസാന മത്സരത്തിൽ റെഡ് കാർഡും കാര്യങ്ങളൊക്കെ കിട്ടി സമനിലേക്കായ ആകെ
എന്താ പറയുക, ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഒരു 6-7 റെഡ് കാർഡാണ് ചെൽസി വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. എന്താണ് കാണിക്കുന്നതെന്ന് ഒരു പിടിയില്ല കേട്ടോ ഇവര്. ചെൽസി റെഡ് കാർഡിനെ പ്രണയിച്ചവരെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 27 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് 12 വിജയവും 9 സമനിലയും 6 തോൽവിയടക്കം 45 പോയിന്റുമായിട്ട് 5ാം സ്ഥാനത്താണുള്ളത്. 6ാം സ്ഥാനത്ത് ലിവർപൂളാണ്. അവസാന മത്സരത്തിൽ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചാൽ മാക്കലസ്റ്ററിൽ മാത്രം ചോദിക്കണം. രണ്ട് ടീമുകൾക്കും കിട്ടില്ല അവസരങ്ങൾ നിറഞ്ഞൊരു മത്സരമായിരുന്നു. പക്ഷെ അവസാന മിനിറ്റ് വരെയും ഗോളാക്കാൻ പറ്റും. അതിന്റെ ഇടയിൽ മാക്കലസ്റ്ററിന്റെ ബാക്ക് അവിടെ ചന്തി കൊണ്ട് ഗോൾ അടിക്കുന്നറിയില്ല, അങ്ങനെ ഒരു ഗോളൊക്കെ ഉണ്ടായിരുന്നു. അത് ഡിഫ്ലക്ഷൻ വന്ന് നേരെ തിരിച്ച് പോസ്റ്റിനുള്ളിലായിരുന്നു. പക്ഷെ അത് ഹാൻഡ് ബോൾ, എനിക്ക് റിപ്ലൈ ഒന്നും കണ്ടിട്ട് മനസ്സിലായില്ല അത് എങ്ങനെയാണ് ഹാൻഡ് ബോൾ ആയത്. അവസാനം വീണ്ടും മാക്കലിസ്റ്റർ തന്നെ അവതരിക്കേണ്ടി വന്നു ആ ഒരു വിജയ ഗോളിന് വേണ്ടിയിട്ട്. അങ്ങനെ 95+ മിനിറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഗോൾ വരുന്നത്. അങ്ങനെ 1-0 വിജയിച്ചിട്ട് അവർ ആ ബലപ്പെട്ട 3 പോയിന്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. മത്സരം എന്നുള്ള കാര്യം ആലോചിക്കണം. അടുത്ത് നിൽക്കുകയാണെങ്കിൽ ബെൻഫോർഡാണ്. 27 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 12 വിജയവും 4 സമനിലയും 11 തോൽവിയും 40 പോയിന്റുമായിട്ട്. ഇതുവരെ 4ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമായിരുന്നെങ്കിൽ ഇപ്പോൾ 3ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിന് 3-4 ടീമുകളാണ് റെഡി ആയിരുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി, ലിവർപൂൾ. അങ്ങനെ അതിനുശേഷം നോക്കുകയാണെങ്കിൽ 4ാം സ്ഥാനത്തിന് ബേൺഫോർഡ് ഉണ്ട്, ബോൺമൗത്ത് ഉണ്ട്, എവർട്ടൺ ഉണ്ട്, 10ാം സ്ഥാനത്തുള്ള ഫുൾഹാം ഉണ്ട്, ന്യൂകാസിൽ, സണ്ടർലാൻഡ്. അങ്ങനെ 35 പോയിന്റ് മുതൽ 45 പോയിന്റ് വരെ ഒരു 10 ടീമുകൾ ഇങ്ങനെ നിൽക്കുന്ന ക്യൂ ആയിട്ട് എന്ത് സംഭവിക്കാന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 27ാം റൗണ്ട് മത്സരങ്ങളിൽ ആരൊക്കെയാണ് തോൽപ്പിച്ചത് നമുക്ക് നോക്കിയാലോ. 27ാമത്തെ റൗണ്ട് മത്സരത്തിൽ ആദ്യ മത്സരം ആസ്റ്റൺ വില്ലയുടെ ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് ലീഡ്സ് യുണൈറ്റഡ് 1-1 ആസ്റ്റൺ വില്ലയെ സമനിലയിൽ കൊടുക്കണം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ 1-0 ലീഡിൽ പോയത് അവസാന നിമിഷത്തിലാണ് ആസ്റ്റൺ വില്ല തിരിച്ചടിക്കുന്നത്. എമി മാർട്ടിനസ് ഒരു കോർണർ കിക്ക് അല്ല, ഒരു ഫ്രീ കിക്കിൽ ആ ഒരു ഗോൾ കൺസിഡർ ചെയ്യാണ് ഫസ്റ്റ് തന്നെ. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ശ്രമിച്ചിട്ടും ലാസ്റ്റ് അവസാനം സമനില ഗോൾ അവർക്ക് നേടാൻ സാധിച്ചുള്ളൂ. അങ്ങനെ 2 പോയിന്റ് വീണ്ടും ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ബേൺഫോർഡിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയി ബ്രൈറ്റൺ 2-0 വിജയിച്ചിരിക്കുകയാണ്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ബേൺലി. ചെൽസി ഒരു ഗോളിന് മുന്നിലാണ്, അതിനുശേഷം റെഡ് കാർഡ് വാങ്ങിക്കുന്നു. അതിനുശേഷം ബേൺലി അവസാന നിമിഷത്തിൽ തിരിച്ചു വരുന്നു, ഗോൾ അടിക്കുന്നു. 10 പേരായിട്ടും നല്ല പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ ഒരു ഗോൾ കൺസിഡർ ചെയ്തത് ചെൽസിക്ക് ഈ റെഡ് കാർഡ് വിനയായി തന്നെ പറയാം. ഈ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ 5, 6, 7 റെഡ് കാർഡ്. ചെൽസി ഫാൻസ് ഒന്ന് പറയണേ എത്ര റെഡ് കാർഡാണ് കിട്ടിയതെന്ന് കമന്റ് ബോക്സിൽ കമന്റ് മറക്കരുത്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡും ബോൺമൗത്തും തമ്മിലാണ് 0-0 എന്ന ഗോൾ ലെവലിൽ പിരിയാണ് 0-0. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ന്യൂകാസിൽ കിട്ടിയില്ല മത്സരമായിരുന്നു. ഒരു രക്ഷയില്ല, 2 ഗോൾ കീപ്പർമാരും മിന്നിയ മത്സരങ്ങളായിരുന്നു, അത്ര ചാൻസുകളായിരുന്നു. അവരുടെ 2 ഗോളുകളിലൂടെയാണ് മാഞ്ചസ്റ്റർ സിറ്റി ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു. പക്ഷെ ക്രിസ്റ്റൽ പാലസിന് ഭാഗ്യമില്ല എന്ന് പറയാം, ന്യൂകാസിൽ യുണൈറ്റഡിന് ഭാഗ്യമില്ല എന്ന് പറയാം. അതുകൊണ്ട് മാത്രമാണ് അവർ 2-1 അല്ലെങ്കിൽ സമനില ചിലപ്പോൾ ക്രിസ്റ്റൽ പാലസ് ജയിക്കുന്നത്. അതുപോലെ സിറ്റിക്കും ഒരു അവസരം ഉണ്ടായിരുന്നു. അവസാന നിമിഷത്തിൽ ഡോണറുമയുടെ ഒരു കിടിലൻ സേവ് ഉണ്ട് മോനെ. ആ ഒരൊറ്റ സേവ് മതി ആ കളിയുടെ വിജയത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക്. എന്ത് സേവാണോ, ഒരു രക്ഷയില്ല. ആ ഒരു ഗോളൊക്കെ കയറുന്നു വിചാരിച്ചതാ, എല്ലാവരും തലയിൽ കൈവച്ച് പോയി. അമ്മാതിരി ഡൈവ്. അങ്ങനത്തെ 2-3 നിർണായക സേവുകളാണ് ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഡോണറും മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള അവസാന മിനിറ്റുകളിൽ. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ പാലസ് 1-0 വോൾസിനെ പരാജയപ്പെടുത്താണ് ക്രിസ്റ്റൽ പാലസ് ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട്. അതിന്റെ അടുത്ത മത്സരം നട്ടിംഗ്ഹാം ഫോറസ്റ്റ് 0-1 എന്ന സ്കോറിൽ ലിവർപൂൾ ജയിക്കുകയാണ്. നട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ഒരുപാട് നേരത്തെ കളിയാണ്. അവസാനം മാക്കലിസ്റ്ററിന്റെ ഗോളിലൂടെയാണ് ലിവർപൂൾ വിജയിക്കുന്നത്. അങ്ങനെ ലിവർപൂൾ 3 പോയിന്റ് വേണ്ടത് സ്വന്തമാക്കിയിരിക്കുക. അടുത്ത മത്സരം സണ്ടർലാൻഡ് ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ഫുൾഹാം 3-1 വിജയിച്ചു. സണ്ടർലാൻഡിന്റെ അവസാനം ആരാ പരാജയപ്പെടുത്തിയത്? ഹോം ഗ്രൗണ്ടിൽ ആഴ്സണൽ തോന്നുന്നു. അതെ, അതിനുശേഷം അവർ പിന്നെ വിജയം കണ്ടിട്ടുള്ളൂ. അതുവരെ ഹോമിൽ അവർ തോൽവി അറിയാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയി ആഴ്സണലിനെ പരാജയപ്പെടുത്തി 3-1 പരാജയപ്പെട്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തുടങ്ങിയപ്പോൾ ഹൈപ്പിലുണ്ടായിരുന്ന ടീമാണ്. പക്ഷെ ഇപ്പോൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമനിലയും തോൽവിയൊക്കെ ആയിട്ട്. വിജയങ്ങൾ കുറെ ആയി അവർ കണ്ടിട്ട്. അപ്പോൾ അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ആഴ്സണൽ വിളിച്ച ടോട്ടൻഹാം ഹോട്ട്സ്പർ ഫസ്റ്റ് ഹാഫിൽ കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു. 1-1 സമനില. ഞാനപ്പോൾ ഈ ഒരു ഇതിൽ ആഴ്സണലിൽ ബോട്ടിലാവും എന്നൊക്കെ വിചാരിച്ചാണ്. അങ്ങനെ കിട്ടില്ല പെർഫോമൻസ് ടോട്ടൻഹാം ഹോട്ട്സ്പർ 2 ടീമും 1-1 സമനില നേടുകയാണ്. ഡെക്ലൻ റൈസിന്റെ ഒരു മിസ്റ്റേക്കിലാണ് ഫസ്റ്റ് ഗോൾ വീണ് ആഴ്സണൽ ഗോൾ കൺസിഡർ ചെയ്യുന്നത്. ആദ്യ ഗോൾ അടിക്കുന്നത് എസയാണ്. 2 ഗോളും അതേപോലെ തന്നെ കെയ്ക്കോറാസ് 2 ഗോൾ, അങ്ങനെ 4 ഗോളുകൾ അടിച്ച് 4-1 സെക്കൻഡ് ഹാഫിൽ അങ്ങോട്ട് ആഴ്സണൽ കളി അങ്ങോട്ട് നേരെ തിരിക്കുകയാണ്. സിറ്റിയുടെ ആരാധകർക്ക് ഒരു സൈഡിൽ ഇരുന്ന് കളി കണ്ടാവും എങ്ങനെയെങ്കിലും പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ആഴ്സണൽ ആ ഒരു അതിന് മുമ്പുള്ള കളിയിലെ സമനിലയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് കിടിലൻ പെർഫോമൻസ് ആണ് എടുത്തത്. അങ്ങനെ 4-1 വിജയമാണ്. ആർട്ടറ്റയുടെ കീഴിൽ അങ്ങനെ നോർത്ത് ലണ്ടൻ ഡെർബി ഇങ്ങനെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ കാര്യമൊന്നും പറയേണ്ട, 16ാം സ്ഥാനത്തായിരുന്നു. 127 മില്യനൊക്കെ ചെലവാക്കേണ്ട ഈ സീസണിൽ. പക്ഷെ
കിടക്കുന്ന എവിടെയാ 16ാം സ്ഥാനത്ത് കിടക്കുന്നത്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രി നടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിസസ് എവർട്ടൺ മത്സരം. എവർട്ടന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ചുവന്ന ചെകുത്താന്മാർ 1-0 വിജയിക്കുകയാണ്. മൈക്കൽ കാരിക്കിന്റെ ചെകുത്താന്മാർ എന്ന് തന്നെ പറയണം. ഈ ചങ്ങായി എന്തിനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുതിയ കോച്ചിനെ തേടി പോകുന്നത് ഒരു പിടിയില്ല കേട്ടോ. അപ്പൊ ഇനി അടുത്ത റൗണ്ടിൽ കിടിലും മത്സരങ്ങൾ വരാൻ നിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാനുള്ളത് എന്താ പറഞ്ഞാൽ സിറ്റിയും ആഴ്സണലും തമ്മിലുള്ള 1ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള കിഡിലോസ്കി മത്സരമാണ് വരാൻ പോകുന്നത്. എന്താ പറഞ്ഞാല് കരബാവോ കപ്പിന് ഫൈനൽ വരാനുണ്ട്. അതിനുശേഷം അടുത്ത മാസം നടക്കാൻ പോകുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇത്തിഹാദിന്റെ ഹോം ഗ്രൗണ്ടിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ആഴ്സണൽ നേരിടാൻ വരുന്നുണ്ട്. അപ്പൊ ഈ 2 മത്സരവും ഈ ഒരു ടൈറ്റിൽ റേസിന് നിർണായകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആഴ്സണലിനും സിറ്റിക്കും അടുത്ത റൗണ്ട് മത്സരം പറഞ്ഞാൽ നിർണായകമാണ്. എന്താ പറഞ്ഞാൽ ചെൽസിയെ നേരിടാൻ പോകുന്ന ആഴ്സണൽ ഹോം ഗ്രൗണ്ടിൽ വെച്ച മത്സരം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ ശക്തരായ ചെൽസിയാണ് ഓപ്പോസിറ്റ് ഉള്ളതെന്ന് ആലോചിക്കണം. അപ്പൊ എന്തായാലും കിടിലൻ ഒരു മത്സരമായിരിക്കും. അതേപോലെ തന്നെ ലീഡ്സ് യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് മാഞ്ചസ്റ്റർ സിറ്റി ലീഡ്സ് യുണൈറ്റഡ് നേരിടേണ്ട കാര്യമുണ്ട്. അത് എ മത്സരമാണ്, അതും ഒരു ടൈറ്റ് ആണ്. അങ്ങനെ എന്തായിരിക്കും ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആരായിരിക്കും അടിക്കാന്ന് ഞാനൊന്ന് കറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പറയണേ. ആരായിരിക്കും അടിക്കുക ഈ സീസണിൽ കപ്പ്? ആഴ്സണലാണോ അതോ മാഞ്ചസ്റ്റർ സിറ്റി ആണോ എന്ന് പറയണേ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു കറക്കം കറങ്ങി വന്നതാണ്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നടന്നത് ഒരു രക്ഷയില്ല പോലെ. അപ്പോൾ വിലപ്പെട്ട കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.